ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ്, സാനിയ തിയേറ്ററിന് എതിർവശം, എരമല്ലൂർ. അവർ സിസ്റ്റർ കൺസൈൻ, ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട്, എരമല്ലൂർ. ഗ്രാൻഡ് ഗാലക്സി, തുറവൂർ. ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ യുവതി പോലീസ് പിടിയിലായി. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ യുവതിയെ മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ KR മനോജിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. ഫോർട്ട് കൊച്ചി സ്വദേശിയും ഇപ്പോൾ പെരുമ്പാവൂരിൽ താമസിക്കുന്ന അനു എന്ന 34-കാരിയെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ ഭർത്താവ് പള്ളുരുത്തി കടയഭാഗം സ്വദേശി ജിബിൻ ജോർജിനും കേസിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായും ഇയാളെ കണ്ടെത്താനായിട്ടില്ലെന്നും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ KS സുദർശൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ മിനിറ്റ്സ് ആ അക്കൗണ്ടിൽ നിന്ന് വേറെ അക്കൗണ്ടിലേക്ക് അവർക്കറിയാം. ഈ 1930 സംവിധാനങ്ങൾക്ക് അവർക്കും അറിയാം. അപ്പോൾ അവരത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉടൻ തന്നെ ആ പൈസ മറ്റൊരു അക്കൗണ്ടിലേക്കും അങ്ങനെ 5, 6, 10 അക്കൗണ്ടിലേക്ക് വരെ പോയിട്ടുള്ള മാറ്റുന്നു മണിക്കൂറുകൾക്കുള്ളിൽ. ഭാര്യ ഭർത്താവ് ആണെന്നാണ് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഒരു പ്രതി കൂടി ഉണ്ട്, അത് ചോദിച്ച് മനസ്സിലാക്കണം. ഇതിൽ കൂടുതലായിട്ട് ആരെങ്കിലും ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അവർ മുഴുവൻ പ്രതിയൊക്കെ അറസ്റ്റ് ചെയ്യും. ഈ ബാങ്കുകളിലേക്ക് ഇവരുടെ ബാങ്കുകൾ പലപ്പോഴും കേരളത്തിന് പുറത്താണ്. ഈ ഫ്രോഡ്സ്റ്റേഴ്സിൻ്റെ ബാങ്കുകൾ കേരളത്തിലുള്ളത് വളരെ അപൂർവമാണ്. കേരളത്തിന് പുറത്തുള്ള ഫ്രോഡ്സ്റ്റേഴ്സിൻ്റെ ബാങ്ക് അക്കൗണ്ട്സ് മുഴുവൻ അവർ എടുക്കുന്നത് പലരുടെ അഡ്രസ്സിലാണ്. അപ്പോൾ അങ്ങനെ അവരുടെ KYC ഒന്നും വെരിഫൈ ചെയ്യാതെ അവർക്ക് ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്നതിൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് നടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ അന്വേഷണം നടത്തി പറ്റുള്ളൂ. പക്ഷേ ഇതൊക്കെ കേരളത്തിന് പുറത്തായതുകൊണ്ടും ഇൻറ്റീരിയർ ആയിട്ടുള്ള പല സ്ഥലങ്ങളിലായിരിക്കും. കേരളത്തിലും അത്ര ആളുകളുണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ മാസത്തിനുള്ളിൽ മലപ്പുറം, കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നൊക്കെ വളരെ അറസ്റ്റ് ചെയ്തിരുന്നു. കേരളത്തിലുണ്ട്. പക്ഷേ ഏറ്റവും വ്യാപകമായിട്ട് നടക്കുന്നത് മറ്റു പല സംസ്ഥാനങ്ങളിലുമാണ്. അവിടെ ഇത് വളരെ ട്രെയിൻഡായിട്ട് അവർ വളരെ പ്രൊഫഷണലായിട്ടാണ്. ഇപ്പോൾ CBI ഓഫീസേഴ്സ് അല്ലെങ്കിൽ മുംബൈ പോലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു SP ഓഫീസ് സെറ്റപ്പ് ചെയ്യണം. എന്നിട്ട് അവിടെ ഇരുന്ന് യൂണിഫോമിൽ ഇരുന്നിട്ട് ഇവർക്ക് വീഡിയോയിൽ ആണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ SP ഇരുന്ന് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഇൻസ്പെക്ടർ സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഈവൻ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളും എന്തിനേറെ IT കമ്പനിയുടെ ഓണറടക്കം കഴിഞ്ഞ പ്രാവശ്യം അറിയാം അത്ര ആളുകളിലേക്കാണ് ഇതിൽ പെടുന്നത്. അന്ന് 6 കോടി 6.5 കോടി രൂപയാണ് നഷ്ടപ്പെട്ടത്. ഇസ്രായേലിൽ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരെ അയർലൻഡിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത്. 50-ലേറെ പേരിൽ നിന്നായി ഇവർ 2.5 കോടിയോളം രൂപ തട്ടിയെടുത്തതായാണ് കേസ്. തട്ടിപ്പിനിരയായവർ ഏറെയും നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. എറണാകുളം സ്വദേശികളായ 2 പേർ പരാതി നൽകിയതോടെയാണ് തട്ടിപ്പ് സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയത്. ഇവരിൽ നിന്ന് മാത്രം 12 ലക്ഷത്തിലേറെ രൂപയാണ് ഇവർ തട്ടിയെടുത്തത്. അനുവിനെതിരെ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലായി 9 തട്ടിപ്പ് കേസുകൾ നിലവിലുണ്ട്. എന്നാൽ ആദ്യത്തെ അറസ്റ്റാണിത്. മംഗലാപുരം നെല്ലിയാടിയിൽ നിന്നാണ് പോലീസ് സംഘം അനുവിനെ പിടികൂടിയത്. ഇസ്രായേലിൽ ഹെൽത്ത് കെയർ ടേക്കറായിരുന്ന അനു ജോലിയുമായി ബന്ധപ്പെട്ട പരിചയത്തിലൂടെയാണ് തട്ടിപ്പ് നടത്തിയത്. ഇസ്രായേലിൽ ഹെൽത്ത് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക് കുടുംബത്തോടൊപ്പം താമസിക്കാൻ കഴിയില്ല. ശമ്പളവും കുറവായിരിക്കും. എന്നാൽ അയർലൻഡിൽ കുടുംബത്തോടൊപ്പം താമസിക്കാൻ കഴിയുന്നതോടൊപ്പം ശമ്പളവും കൂടുതൽ ലഭിക്കും. ഇതിൽ ആകർഷിച്ചാണ് ആളുകൾ പണം നൽകിയത്. ബാങ്ക് അക്കൗണ്ട് വഴി ഒരാളിൽ നിന്ന് 5 ലക്ഷം രൂപയാണ് ഇവർ വാങ്ങിയത്. തുക എങ്ങനെ ചെലവഴിച്ചുവെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണെന്ന് DCP പറഞ്ഞു. പോലീസ് ഇൻസ്പെക്ടർ ഗിരീഷ് കുമാർ, SI M മനോജ്, ASI പോൾ, സിവിൽ പോലീസ് ഓഫീസർമാരായ എഡ്വിൻ റോസ്, അനീഷ്, ശ്രുതി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.